കൊടും ചൂടിൽ വെന്തുരുകയാണ് മലയാളികൾ. അതിനോടൊപ്പം ഇടുത്തിയായിക്കൊണ്ട് വൈദ്യുത ചാർജും കുത്തനെ ഉയരുകയാണ് പല വീടുകളിലും. മുൻമാസങ്ങളിൽ നിന്നും ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുത ചാർജ് എന്നാണ് പല വീടുകളിൽ നിന്നുള്ള ഗൃഹനാഥന്മാരും ഒക്കെ പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ പാറമ്പുഴ എന്ന സ്ഥലത്താണ്. സാബു മാത്യു എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടനോട് നമുക്ക് ചോദിക്കാം അവരുടെ വൈദ്യുത ചാർജിലെ മുൻമാസങ്ങളിലെയും ഈ വരുന്ന മാസങ്ങളിലെയും ഒക്കെ തന്നെ വൈദ്യുത ചാർജിനുണ്ടായ വർധനവിനെ പറ്റി. ചേട്ടാ, ചൂടാണ്, അപ്പോൾ ഫാനിടാതെ AC ഇടാതെ ഒന്നും പറ്റില്ലെന്നറിയാം. എങ്ങനെയുണ്ട് വൈദ്യുത ചാർജ്? ഒരു പുറത്ത് ചൂടായതുകൊണ്ട് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ചേട്ടാ, ഒരു ജനുവരി മാസത്തെയൊക്കെ കറണ്ട് ബില്ലും ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള കറണ്ട് ബില്ലും തമ്മിലുള്ള ഒരു അന്തരം എത്രയാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് പറയാമോ? കുന്നും മലകളും എല്ലാം ഇടിഞ്ഞ് നിരത്തി അതെല്ലാം എല്ലാ ജലാശയങ്ങളെയും നികത്തിക്കളഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ്. ഇതിൻ്റെ എല്ലാം ആകെത്തുകയായി ലോകത്ത് ഒരിടത്തും ഇല്ലാത്തതുപോലെ ചൂട് കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ഉഷ്ണതരംഗം അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ കറണ്ട് ചാർജിൻ്റെ വർധനവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തന്നെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ 2000-ന് മുകളിൽ വരുന്ന ഒരു കറണ്ട് ചാർജാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ബില്ലിൽ അത് 2000 രൂപയിലധികം വർദ്ധിച്ച് 4000 രൂപയായി. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വീട്ടിലെ എല്ലാ വൈദ്യുത ഉപകരണങ്ങളും നിർത്താതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫാനുകളെല്ലാ സമയത്തും പ്രവർത്തിക്കുകയാണ്. ഫാൻ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു അടിപിടി കൂടി ഉണ്ടായി. കറണ്ട് ചാർജ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ മർദ്ദിച്ച് മെഡിക്കൽ കോളേജിലാക്കുന്ന ഒരു സ്ഥിതി വരെ നമ്മുടെ നാട്ടിലുണ്ടായി. അപ്പോൾ കറണ്ട് ചാർജിൻ്റെ വർധനവ് പല രൂപത്തിലാണ്. എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഗവൺമെൻറ് നന്നായിട്ട് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ജലവൈദ്യുത പദ്ധതിയാണ്. ജലത്തിന് ഒരു പൈസ കൊടുക്കണ്ട, വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളം തടഞ്ഞു നിർത്തി ഉണ്ടാക്കുന്ന വൈദ്യുതിക്ക് നമുക്ക് ഈ വമ്പിച്ചൊരു രൂപത്തിലുള്ള തുക കൊടുക്കേണ്ടി വരികയാണ്. ഇപ്പം ചൂടായതുകൊണ്ട് AC ഉള്ളവർക്ക് AC ഒക്കെ കുറച്ച് സമയത്തേക്കെങ്കിലും രണ്ടുപേരും, പിന്നെ പകൽ സമയത്ത് അവധിക്കാലമാണ്, അപ്പം കുട്ടികളും എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് പകൽ സമയത്ത് ഫാനിൻ്റെ ഒക്കെ ഉപയോഗം കുറച്ച് കൂടുന്നുണ്ട്. അല്ലാതെ പറ്റത്തില്ലല്ലോ. ഒരു മാസം കൊണ്ട് 2000 രൂപയുടെ വർധനവ് വരിക എന്ന് പറയുന്നത് ഒരു താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വൈദ്യുത ബിൽ എത്ര ഉയർന്നാലും വേനൽ ചൂട് കുറയും വരെ ഫാനിലും AC-യിലും ആശ്വാസം കണ്ടെത്തുകയെന്നല്ലാതെ മറ്റു വഴികൾ നമുക്കില്ല. വേഴാമ്പലിനൊപ്പം ഇനി നമുക്കും മഴ കാത്തിരിക്കാം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.